അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലിയാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. തണുത്ത വെള്ളം തീയിനെ ഇല്ലാത്താക്കുമെത്ര, അതുപോലെ നിൻ്റെ പാപങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഇല്ലാത്താക്കും. ഹിമഗണം സൂര്യപ്രകാശത്തിൽ ഉരുകിത്തീരുന്നത് പോലെ നിൻ്റെ പാവങ്ങൾ ഉരുകിത്തീരും. നീ അള്ളാഹുവിലേക്ക് ഓടുകയാണോ? ഇലാഹിനെ തിരയുകയാണോ? ആ വാതിലിൽ തുറക്കാൻ അതിൻ്റെ താക്കോലാകുന്നു മുഹമ്മദ് നബിയെ നീ പിൻപറ്റിയില്ലേ? പിന്നെ എങ്ങനെ നിനക്ക് മുന്നിൽ ആ കവാടം തുറക്കും? അവിടെ അലിയാർ തങ്ങൾ പറയുന്നത് നീ കേൾക്കുക. അള്ളാഹുവിൻ്റെ സ്മരണയുമായി ഞാൻ കൂട്ടുകൂടിയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്ത് അല്ലാത്ത മറ്റൊന്നും ഞാൻ തിരഞ്ഞെടുക്കുകയില്ല. അവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കേൾക്കൂ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലാത്ത നിസ്കരിച്ചവന് നിസ്കാരം കിട്ടിയില്ലടോ. സയ്യിദ് ബിൻ വഹാബ് എന്നവർ പറഞ്ഞു, നീ കേട്ടില്ലേ? ഓ സയ്യിദേ, വെള്ളിയാഴ്ച ദിവസം ഹബീബിൻ്റെ പേരിൽ 1000 സ്വലാത്തു ചൊല്ലാം നീ മറക്കരുത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നീ കേട്ടില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിലുള്ള സ്വലാത്ത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. വഹബ് ബിനു മുനബ്ബഹ് എന്നവർ പറഞ്ഞത് നീ കേട്ടില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിലുള്ള സ്വലാത്ത് ആരാധനയാണ്. ഉമർ ബിൻ അബ്ദിൻ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണേ. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ പ്രഭാഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെ സ്തുതിച്ച് അവൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്തു ചൊല്ലി തുടങ്ങാൻ എത്ര നല്ല കാര്യമാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടില്ലേ? അള്ളാഹുവിലേക്കുള്ള എല്ലാ വഴികളും അടക്കപ്പെട്ടത് ആണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്ന നബിയാകുന്ന വഴി ഒഴികെ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അള്ളാഹുവിനോടുള്ള ആരാധന, അടിമത്തം അത് 2 രീതിയിലാണ്. ഒന്ന് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുമായി സത്യസന്ധതയായിരിക്കൽ. 2 അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റലുമാണ്. അബൂ ഉസൈനുൽ നൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാം അടക്കപ്പെട്ടൊരു കവാടമാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടരാതെ തുറക്കപ്പെടില്ല. ഇബ്രാഹിമു റക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളം അത് അവൻ്റെ റസൂലിനെ പിന്തുടരലാണ്. അതുകൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ അതിരുറ്റി സ്നേഹിക്കുകയും മുത്തുനബിയുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അത് നമുക്ക് ഇന്നേക്കും നാളേക്കും ഏറ്റവും വലിയൊരു ഉപകാരമാണ്. നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. അതുപോലെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ള ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.